PSCക്ക് വൻ തിരിച്ചടി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ PSCക്ക് കനത്ത തിരിച്ചടി. മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റാങ്ക് പട്ടികയിലെ എല്ലാവരുടെയും ഉത്തരക്കടലാസും അഭിമുഖത്തിന് ലഭിച്ച മാർക്കിന്റെ വിവരവും പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടും ഒരു വർഷമായി PSC നൽകാതിരുന്ന രേഖകൾ പുറത്തുവരുമ്പോൾ കൂടുതൽ അട്ടിമറികൾ ഉണ്ടോ എന്ന് വ്യക്തമാകും. ദുരൂഹമായി മറച്ചുവെച്ചതെല്ലാം പുറത്തേക്ക് വരികയാണ്. 10 ഉത്തരങ്ങൾക്ക് മാർക്കിടാതെയാണ് റാങ്ക് പട്ടികയിട്ടതെന്ന കണ്ടെത്തലിനുമപ്പുറം മറ്റെന്തൊക്കെയോ ക്രമക്കേട് ആസൂത്രണ ബോർഡിലെ ഉന്നത തസ്തികയിലെ നിയമനത്തിൽ നടന്നുവെന്നത് ഇനി പുറത്തേക്ക് വരും. ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച 10 പേരുടെയും പരീക്ഷാ പേപ്പറിന്റെ പകർപ്പും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും വിവരങ്ങൾ ലഭ്യമാക്കാനാണ് PSCയോട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. 7 ദിവസത്തിനകം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് രേഖകൾ നൽകണമെന്നും ഡോക്ടർ സോണിച്ചൻ പി ജോസഫ് ഉത്തരവിലുണ്ട്. പരീക്ഷ എഴുതിയവരുടെ മാർക്ക് എത്രയെന്ന് അറിയിക്കാതെയായിരുന്നു കഴിഞ്ഞ വർഷം മെയ് 31-ന് PSC ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയുടെ റാങ്ക് പട്ടികയിട്ടത്. പട്ടികയിലുള്ളവരുടെ പരീക്ഷാ പേപ്പറിന്റെ അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും രേഖകൾ ചോദിച്ച് ഉദ്യോഗാർത്ഥികൾ PSCയെ സമീപിച്ചെങ്കിലും മറ്റ് തസ്തികയിലെ നിയമനത്തിന്റെ നടപടിക്രമങ്ങൾ തവണ ആയില്ലെന്ന് പറഞ്ഞായിരുന്നു PSC അംഗങ്ങൾ മറച്ചുവെച്ചത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതിന് പുറകെയാണ് ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. അവിടെയും PSC എതിർപ്പുമായി എത്തി. ആസൂത്രണ ബോർഡിൽ ഇതോടൊപ്പം നടക്കേണ്ട മറ്റ് നിയമനം പൂർത്തിയായില്ലെന്നും രേഖകൾ വിട്ടു നൽകാനാകില്ലെന്നുമായിരുന്നു നിലപാട്. മറ്റ് നിയമനം നടന്നില്ല എന്ന പേരിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയവരുടെ വിശദാംശങ്ങൾ തടയാൻ കഴിയില്ലെന്ന് കമ്മീഷൻ നിലപാടെടുത്തു. ആസൂത്രണ ബോർഡിന്റെ ഈ ഉന്നത നിയമനത്തിനുള്ള അഭിമുഖം നടത്തിയത് PSC ചെയർമാൻ നേരിട്ടാണ്. നിയമനം ലഭിച്ചത് ഇടത് സംഘടന അനുകൂലിക്കും. എഴുത്തു പരീക്ഷയേക്കാൾ കൂടുതൽ മാർക്ക് അഭിമുഖത്തിൽ നൽകിയോ ആർക്കെങ്കിലും നൽകിയോ എന്നതടക്കം എല്ലാ വിവരങ്ങളും ഇതോടെ പുറത്തുവരും. പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ശമ്പളം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കണം. PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകി വരുന്ന അതിഭീമമായ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിവരെക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്ക് നൽകുന്നത്. 2025-ലെ ശമ്പള പരിഷ്കരണം അനുസരിച്ച് PSC ചെയർമാന് 4 ലക്ഷത്തിന് മുകളിലും അംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയുമാണ് മൊത്ത ശമ്പളം. പ്രധാനമന്ത്രിക്ക് 3 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ശമ്പളം. മുഖ്യമന്ത്രിക്ക് 2 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ശമ്പളമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സർക്കാർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. നീതിബോധവും അർഹതയും യോഗ്യതയുമുള്ള കളങ്കരഹിതരെയാണ് PSCയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. PSC അംഗങ്ങൾക്ക് വാരിക്കോരി ശമ്പളം, ആജീവനാന്ത പെൻഷൻ, ചികിത്സയടക്കം സൗജന്യം, പ്രതിമാസം 84 ലക്ഷത്തോളം രൂപ. ഏറ്റവും വിശ്വാസ്യതയോടെ നിയമനം നടത്താൻ നിയോഗിക്കപ്പെട്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങളും പരാതികളും ഉയരുന്നതിനിടെ വീണ്ടും ചർച്ചയാകുന്നത് സംസ്ഥാനത്തെ PSC അംഗങ്ങളുടെ എണ്ണവും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് എന്ന വ്യവസ്ഥയിലാണ് PSC അംഗങ്ങളെ സർക്കാർ നിയോഗിക്കുന്നത്. പ്രതിദിനം 13,000-ലധികം രൂപയാണ് PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യവുമായി ലഭിക്കുന്നത്. ഇതിനു പുറമെ 6 വർഷ കാലപരിധിക്കു ശേഷം ജീവിതാവസാനം വരെ പെൻഷനും മെഡിക്കൽ ആനുകൂല്യങ്ങളും ചെയർമാനും 20 അംഗങ്ങൾക്കുമായി. അങ്ങനെ പ്രതിമാസം വേണ്ടിവരുന്നത് 84 ലക്ഷത്തോളം രൂപ. ഓണറേറിയം വർധനയ്ക്ക് വേണ്ടി ആശാ വർക്കർമാർ മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം കണ്ടില്ലെന്ന് നടിച്ചാണ് കഴിഞ്ഞ സർക്കാർ 2025 ഫെബ്രുവരിയിൽ PSC ചെയർമാനും അംഗങ്ങൾക്കും വാരിക്കോരി ശമ്പള വർധന നടപ്പാക്കിയത്. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. PSC അംഗമാകാൻ പ്രത്യേക യോഗ്യതയൊന്നും വേണ്ടെങ്കിലും ജില്ലാ ജഡ്ജിയുടെ ശമ്പള സ്കെയിലാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നത് ഏറെ കൗതുകം. എല്ലാം കുടഞ്ഞിട്ട് പരിശോധിക്കാൻ K മുരളീധരന്റെ നിർദ്ദേശം. 10 വർഷത്തെ സകല പർച്ചേസുകളും പരിശോധിക്കണം. റിപ്പോർട്ട് ഉടൻ നൽകണം. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരന്റെ നിർദ്ദേശം. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. ഉത്തരവാദികളെ കൃത്യമായി കണ്ടെത്തി തുടർ നടപടികൾക്കായുള്ള ശുപാർശകളും അടങ്ങിയ വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്.
സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരോഗ്യവകുപ്പ് വാങ്ങിയ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വാങ്ങൽ, സ്ഥാപിക്കൽ, കമ്മീഷനിംഗ്, ഉപയോഗം, പരിപാലനം, നിലവിലെ അവസ്ഥ എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. പ്ലാൻ ഫണ്ട്, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവ പ്രകാരം വാങ്ങിയതും കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഉപകരണങ്ങളെക്കുറിച്ചും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരോഗ്യവകുപ്പിൽ വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഓട്ടോക്ലേവ് മെഷീനുകൾ, സോളാർ പവർ പ്ലാന്റുകൾ, ജനറേറ്ററുകൾ എന്നിവയും പ്ലാൻ ഫണ്ടിന് പുറമെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായും വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങളിൽ പലതും സ്ഥാപിക്കാതെയും കമ്മീഷൻ ചെയ്യാതെയും കിടക്കുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കൃത്യമായി പരിപാലിക്കാത്തതിനാൽ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ സർക്കാരിന് സാമ്പത്തിക നഷ്ടത്തിനും പൊതുമുതൽ പാഴാകുന്നതിനും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും കാരണമാകും. അടുത്തിടെ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തിയ സന്ദർശനത്തിനിടെ മൊബൈൽ മോർച്ചറി ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടക്കുന്നതായി നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും സമാനമായ സാഹചര്യങ്ങൾ സംസ്ഥാനത്തെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമെന്നും മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി.